നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് യുവതൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി യുകെ സർക്കാർ 3 ബില്യൺ പൗണ്ട് നിക്ഷേപിക്കും. കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിലെ തൊഴിൽ ശക്തിക്ഷാമം പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ട് യുകെ സർക്കാർ ആഭ്യന്തര നൈപുണ്യ പരിശീലനത്തിൽ 3 ബില്യൺ പൗണ്ട് നിക്ഷേപം പ്രഖ്യാപിച്ചു. മെയ് 27 അനാച്ഛാദനം ചെയ്ത ഈ വിപുലമായ പരിഷ്കാരങ്ങൾ 1,20,000 പുതിയ പരിശീലനാവസരങ്ങൾ സൃഷ്ടിക്കും. ഇഷ്ടികപ്പണി, മരപ്പണി, എഞ്ചിനീയറിംഗ്, ആരോഗ്യം, സാമൂഹ്യ പരിപാലനം തുടങ്ങിയ ഉയർന്ന ഡിമാൻഡുള്ള മേഖലകളിലെ ജോലികൾക്കായി യുവാക്കളെ സജ്ജരാക്കുന്നതിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കും. തദ്ദേശീയ പ്രതിഭകളെ ഉപയോഗിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തൊഴിൽ വിപണി വിടവുകൾ പരിഹരിക്കുന്നതിനുള്ള സർക്കാരിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഒരു പ്രധാന സ്തംഭമാണ് ഈ സംരംഭം. നിർബന്ധിത പ്രീപേയ്മെന്റ് മീറ്റർ ഘടിപ്പിച്ചതിന് ആയിരങ്ങൾക്ക് പേ ഔട്ടുകൾ ലഭിക്കും. പ്രീപേയ്മെന്റ് മീറ്ററുകൾ നിർബന്ധിതമായി ഘടിപ്പിച്ചതിനെ ചൊല്ലിയുള്ള അഴിമതിക്ക് മറുപടിയായി 10,000 ഊർജ്ജ ഉപഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും 1,000 പൗണ്ട് വരെ പേ ഔട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ കടങ്ങൾ എഴുതി തെളിയുന്നതിനും കാണാൻ സാധ്യതയുണ്ട്. ഊർജ്ജ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരമായും സാമ്പത്തിക സഹായമായും 70 മില്യൺ പൗണ്ടിലധികം നൽകും. ബില്ലുകൾ അടയ്ക്കുന്നതിന് കാലതാമസം നേരിട്ടതിനെ തുടർന്ന് വിതരണക്കാർ പലപ്പോഴും ദുർബലരായ ഉപഭോക്താക്കളെ അവരുടെ സമ്മതമില്ലാതെ മുൻകൂർ പണം അടയ്ക്കുന്ന രീതിയിലേക്ക് മാറ്റിയതിനെക്കുറിച്ച് റെഗുലേറ്ററായ ഓഫ്ജം നടത്തിയ അവലോകനത്തെ തുടർന്നായിരുന്നു ഇത്. ഓഫ്ജമിന്റെ ഇടപെടലിനെ തുടർന്ന് വിതരണക്കാർ കാര്യങ്ങൾ ശരിയാക്കാൻ കഠിനമായി പരിശ്രമിച്ചതായി ഊർജ്ജ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്ന എനർജി യുകെ പറഞ്ഞു. യുകെയിൽ ഏറ്റവും വെയിൽ നിറഞ്ഞ സ്പ്രിംഗിന് ശേഷം ഈ വാരാന്ത്യത്തിൽ താപനില 26 ഡിഗ്രി സെൽഷ്യസിൽ എത്തും. ഇംഗ്ലണ്ടിലും കിഴക്കൻ വെയിൽസിലും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ താപനില ഉയരുമെന്ന് ചില പ്രദേശങ്ങളിൽ ശനിയാഴ്ച 26 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കാലാവസ്ഥ: വടക്കും പടിഞ്ഞാറും ഉള്ള മഴ ക്രമേണയായി മാറുന്നതായി കാണപ്പെടും. തുടർന്ന് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ കൂടുതൽ സൂര്യപ്രകാശം അനുഭവപ്പെടും. ചൂടുള്ള സൂര്യപ്രകാശമാണെങ്കിലും കാറ്റിന്റെ ശക്തി കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യത. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. തുടർന്നും വാർത്തകൾ ലഭ്യമാകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.